ആകാശവാണി വാർത്താ വീക്ഷണം. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലും ആണവ ആശങ്കകളും. തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. വർഷങ്ങളുടെ നിഴൽയുദ്ധത്തിനൊടുവിൽ ഇറാനും ഇസ്രയേലും നേരിട്ട് ഏറ്റുമുട്ടിയ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. മിഡിൽ ഈസ്റ്റിനപ്പുറം ലോകത്തെയാകെ ആശങ്കയിലാഴ്ത്തിയ യുദ്ധം വെടിനിർത്തലോടെ സമാധാന പാതയിലേക്ക് നീങ്ങുകയാണോ, അതോ പുതിയ സംഘർഷങ്ങൾക്ക് മുൻപുള്ള താൽക്കാലിക ഇടവേള മാത്രമാണോ ഇത്? ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. 12 ദിവസം നീണ്ട യുദ്ധത്തിനിടെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ വ്യാപക ഇസ്രയേൽ ബോംബിങ്ങിന് ഇരയായി. മറുവശത്ത് സുരക്ഷിതമെന്ന് കരുതിയ ഇസ്രയേലി നഗരങ്ങൾക്ക് മേൽ ഇറാനിയൻ മിസൈലുകളും നാശം വിതച്ചു. വലിയ തിരിച്ചടികളില്ലാതെ യുദ്ധത്തിന് അവസാനമിടുകയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. അതിനുവേണ്ട സാഹചര്യങ്ങൾ അമേരിക്ക ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു. ഒരേ സമയം ഇസ്രയേലിന് സൈനിക പിന്തുണ നൽകുകയും മറുവശത്ത് വെടിനിർത്തലിന് ശ്രമങ്ങൾ തുടരുകയും ചെയ്ത ഇരട്ട റോളായിരുന്നു ഇത്തവണ അമേരിക്കയുടേത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ അമേരിക്കയെ സംബന്ധിച്ചും വലിയൊരു നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹാരമാകാതെ അവശേഷിക്കുകയാണ്. വെടിനിർത്തലിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ ആണവ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് സമാധാനത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായി തന്നെ വിലയിരുത്താം. മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റങ്ങൾക്ക് തയ്യാറല്ലെന്നാണ് വെടിനിർത്തലിന് ശേഷമുള്ള ഇറാന്റെ ആദ്യ നടപടികൾ നൽകുന്ന സൂചന. അന്താരാഷ്ട്ര ആണവോർജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുകയാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇതോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇനി IAEA ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാനോ പരിശോധന നടത്താനോ കഴിയില്ല. ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ മൗനം പാലിച്ച IAEA തങ്ങളുടെ ആഗോള വിശ്വാസ്യത സ്വയം നശിപ്പിച്ചെന്നാണ് ഇറാന്റെ വിമർശനം. ഇറാന്റെ ഈ നടപടി മുന്നോട്ടുള്ള സമാധാന നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. ഇതിനിടെയാണ് പ്രകോപനപരമായ പ്രസ്താവനകളുമായി ഇറാന്റെ ആത്മീയ നേതാവ് ആയതൊള്ള അലി ഖമനേയിയും രംഗത്തെത്തിയത്. ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ വിജയം തങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് ഖമനേയി അവകാശപ്പെട്ടു. ഈ വിജയം അമേരിക്കയുടെ മുഖത്തേറ്റ ശക്തമായ അടിയാണ്. ഇസ്രയേൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്നുറപ്പായ ഘട്ടത്തിലാണ് US യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടതെന്നും ഖമനേയി പറഞ്ഞു. ഇറാനും ഇസ്രയേലും തമ്മിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശത്രുത പലതവണ യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയത് അമേരിക്കയായിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ജോ ബൈഡന് പകരം ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. ആണവ വിഷയത്തിൽ ഒരു കരാറിലെത്താൻ ട്രംപ് ഇറാന് 60 ദിവസത്തെ സമയം നൽകി. ഈ കാലാവധി പൂർത്തിയായി 61-ാം ദിവസമാണ് ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിയത്. അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടേതായി പുറത്തുവന്ന റിപ്പോർട്ടും കണക്കിലെടുത്തായിരുന്നു ഇസ്രയേലിന്റെ നടപടി. 9ഓളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന 400 കിലോയോളം സമ്പുഷ്ട യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നായിരുന്നു IAEA റിപ്പോർട്ട്. തുടർന്നായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. പരസ്പരമുള്ള ആക്രമണങ്ങളിൽ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. കൂടുതൽ ജീവഹാനിയും നഷ്ടങ്ങളും ഉണ്ടായത് ഇറാന് തന്നെ. രഹസ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ 7ഓളം ആണവ കേന്ദ്രങ്ങളാണ് ഇറാനിലുണ്ടായിരുന്നത്. ഇതിൽ നഥാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഇതിലെല്ലാം തന്നെ കനത്ത നാശനഷ്ടമേൽപ്പിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമായി. എന്നാൽ ഇതിലൂടെ ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതായോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ തുടരുകയാണ്. ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാന ആണവ കേന്ദ്രമായിരുന്നു ഫോർദോയിലേത്. മലനിരകൾക്ക് നടുവിൽ 260 അടിയിലേറെ താഴ്ചയിലായിരുന്നു ഈ ആണവ നിലയം. ഇത്രയും ആഴത്തിൽ ആക്രമണം നടത്താനുള്ള ശേഷി ഇസ്രയേലിനില്ലായിരുന്നു. തുടർന്ന് ഇസ്രയേലിന്റെ ആവശ്യമനുസരിച്ചായിരുന്നു യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ. റഷ്യയടക്കം പല രാജ്യങ്ങളുടെയും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് അമേരിക്ക ഫോർദോയ്ക്ക് മേൽ ബോംബുകൾ വർഷിച്ചത്. ഫോർദോ, ഇസ്ഫഹാൻ, നഥാൻസ് ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നവകാശപ്പെട്ട് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. എന്നാൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു എന്നതിന് പകരം ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തൊട്ടടുത്ത ദിവസം പുറത്തായ പെന്റഗൺ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് മാസങ്ങൾ പിന്നോട്ടടിക്കാൻ മാത്രമാണ് ആക്രമണങ്ങളിലൂടെ സാധിച്ചതെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഇതേ സംശയം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഭൂഗർഭ സംവിധാനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയെന്നും വാർത്തകളുണ്ടായിരുന്നു. ഫോർദോയ്ക്ക് പുറത്ത് കണ്ടെയ്നറുകൾ നിർത്തിയിട്ടതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതെല്ലാം ഫോർദോയിലെ ആണവ കേന്ദ്രം പൂർണ്ണമായി തകർന്നിട്ടില്ല എന്നതിന്റെ തെളിവെന്നാണ് ചിലരുടെ പക്ഷം.
നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെ ആർക്കും ഫോർദോയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കഴിയില്ലെന്ന് ഏജൻസിയുടെ അധ്യക്ഷൻ റാഫേൽ ഗ്രോസിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന കവാടവും തുരങ്കങ്ങളും വിദ്യുത് ശക്തിയും തകർത്താൽ തന്നെ ആക്രമണ ലക്ഷ്യം ഏറെക്കുറെ നിറവേറിയതായി അമേരിക്കൻ അനുകൂലികളും വാദിച്ചു. എന്തായാലും ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ തൽക്കാലത്തേക്ക് തടസ്സപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായും തകർത്തിട്ടില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 60% സമ്പുഷ്ടീകരിച്ച 400 കിലോയോളം യുറേനിയത്തെക്കുറിച്ച് IAEA റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഇത് എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ മറ്റൊരു സജീവ ചർച്ചാ വിഷയം. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് വേണ്ടത്. 60-ൽ നിന്ന് 90-ലേക്ക് എത്താൻ അധിക സമയം വേണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട വാതക രൂപത്തിലുള്ള ഈ യുറേനിയം താരതമ്യേന ചെറിയ സിലിണ്ടറുകളിലാണ് സൂക്ഷിക്കുക പതിവ്. സമ്പുഷ്ടീകരണം തുടരാനുള്ള സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാനുള്ള ഘടകങ്ങളും മനുഷ്യവിഭവശേഷിയും ഇപ്പോഴും ഇറാനുണ്ട്. മറ്റു രാജ്യങ്ങൾ അറിയുന്നതിനപ്പുറം ഇറാന് രഹസ്യ ആണവ കേന്ദ്രങ്ങൾ വേറെയും ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സെൻട്രിഫ്യൂജ് ഘടകങ്ങളും ചെറുതായതിനാൽ അവ പലയിടങ്ങളിലായി സജ്ജീകരിച്ച് സമ്പുഷ്ടീകരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇറാന് കഴിഞ്ഞേക്കും. ഇത് പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം മതിയാകുമെന്നും റിപ്പോർട്ടുണ്ട്. സമ്പുഷ്ടീകരണം പൂർത്തിയായാൽ അതിൽ നിന്ന് ആണവായുധം നിർമ്മിക്കാൻ 1 വർഷം കൊണ്ട് സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ സംഘർഷത്തിന്റെ മുന്നോട്ടുള്ള വഴികൾ പ്രവചനങ്ങൾക്കപ്പുറമാണ്. യുദ്ധത്തിൽ ഇസ്രയേൽ നിർണായക നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നത് യാഥാർത്ഥ്യം തന്നെ. നേർക്കുനേർ യുദ്ധത്തിൽ ഇറാനുമേൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ ഇസ്രയേലിനായി. ആണവ കേന്ദ്രങ്ങൾക്കൊപ്പം ഇറാന്റെ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധം തുടങ്ങിയവ തകർക്കാനും ഇസ്രയേലിന് സാധിച്ചു. 11 പ്രധാന ആണവ ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം ഇറാനിയൻ സൈന്യത്തിലെ പല മുതിർന്ന നേതാക്കളെയും ഇസ്രയേൽ വകവരുത്തി. ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള നാശം വിതച്ചെങ്കിലും അത് നിയന്ത്രിച്ചു നിർത്താനും ഇസ്രയേലിനായി. മറുവശത്ത് കനത്ത നാശനഷ്ടങ്ങൾ നേരിടുമ്പോഴും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ ഇറാനും മുന്നോട്ടു പോയി. ഇസ്രയേൽ ആക്രമണം നിർത്താതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ ഇറാന്റേത്. അതിലവർ അവസാനം വരെ ഉറച്ചുനിന്നു. വാക്കുകൾ കൊണ്ടുള്ള പിന്തുണയ്ക്കപ്പുറം സഖ്യകക്ഷികളായ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാര്യമായ പിന്തുണ ഇറാന് ലഭിച്ചില്ല. ഹൂതികൾ പരിമിതമായ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും പൂർണ്ണമായ ഇടപെടലിൽ നിന്ന് വിട്ടുനിന്നു. ഇതിനെയൊക്കെ മറികടന്നും നിലപാടുകളിൽ വിട്ടുവീഴ്ചകളില്ലാതെ ഇറാൻ പിടിച്ചുനിന്നു. സ്ഥിതിഗതികൾ മോശമായാൽ ഇറാനിലെ ജനവികാരം നിലവിലെ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്നും അതിലൂടെ ഭരണമാറ്റമെന്ന ലക്ഷ്യം നേടാമെന്നും ഇസ്രയേലിനുണ്ടായിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. വെടിനിർത്തലിന് ശേഷവും യുദ്ധം നിർത്താൻ തയ്യാറാകാതിരുന്ന ഇരു കക്ഷികളെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയത്. ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുമ്പോൾ സമാധാനം എത്ര നാളത്തേക്കെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകളും ശ്രദ്ധേയമായി. ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുമ്പോൾ തന്നെ ഒരു ആണവ ഇറാനെ അവരും ഭയപ്പെട്ടിരുന്നു. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് അവരുടെ മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ ഭാവിയിൽ ഇസ്രയേലുമായി കൂടുതൽ അടുക്കാൻ അവരെ പ്രേരിപ്പിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്. ഇത് മേഖലയിലെ സഖ്യ സമവാക്യങ്ങൾ തന്നെ മാറ്റി എഴുതിയേക്കാം. എന്തായാലും ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വെടിനിർത്തൽ വലിയൊരു ആശ്വാസമായി. യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ എണ്ണവില 15% കുതിച്ചുയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ലോകത്തിന്റെ ഊർജ്ജ ഇടനാഴി എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ ലോകം കടുത്ത ആശങ്കയിലായി. തുടർന്ന് എണ്ണവില ബാരലിന് $70 നിന്ന് 81.4 വരെ ഉയർന്നിരുന്നു. എന്നാൽ വെടിനിർത്തലിനെ തുടർന്ന് ആശങ്ക ഒഴിഞ്ഞതോടെ എണ്ണവില കുറയുകയും ചെയ്തു. വിജയം അവകാശപ്പെട്ട ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും വെല്ലുവിളികൾക്ക് ഇനിയും അവസാനമായിട്ടില്ല. അടുത്തയാഴ്ച ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച തുടങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിലൂടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.